അമ്മയും കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റിയ സന്തോഷത്തിലേ ഞാൻ പോകുന്നേ. ഇനി ആവേശത്തോടെ കേസ് വാദിക്കാം. ഇനി പ്രതാപന്റെയും വാമദേവന്റെ ശല്യം നമുക്കുണ്ടാവില്ലടോ. Proceed. എന്താ പേര്? ഞാൻ നിന്റെ അമ്മാവനല്ലേ മോനെ. നിങ്ങളുടെ പേരെന്താണെന്നാ ചോദിച്ചത്. വാമദേവൻ. നമ്മുടെ പേര് പ്രതാപചന്ദ്രൻ. വാമദേവൻ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ എത്ര വർഷം ജോലി ചെയ്തെന്നാ പറഞ്ഞത്? ഒരു 10-30 വർഷങ്ങൾക്ക് മുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് സാറേ. 2006 ഡിസംബർ 12-ാം തീയതി ലോറി ആക്സിഡന്റിൽ മരണപ്പെട്ട കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിശ്വനാഥനും അന്നത്തെ കമ്പനിയുടെ സൂപ്പർവൈസറായ വാമദേവനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? ഏയ്, എന്റെ ഓർമ്മയിലില്ല. അന്ന് തന്റെ കള്ളത്തരം കമ്പനിയുടെ MD കൈയോടെ പൊക്കിയില്ലേ? അതിനെ തുടർന്ന് തന്നെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചില്ലേ? എന്നെ ഒഴിവാക്കാനോ? എന്നെ മാറ്റി നിർത്തിയിട്ട് വിശ്വനാഥന് ഒരിക്കലും ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് കമ്പനിയെ സേവിച്ച ഒരു മനുഷ്യനാ ഞാൻ. അങ്ങനെ കമ്പനിയെ സേവിച്ച കമ്പനിയുടെ ആത്മാർത്ഥ സേവകനായ താൻ അന്നത്തെ സംഭവത്തോടെ മറ്റൊരാളായി മാറി. ശരിക്കും എന്തിനാ നിങ്ങളുടെ പെങ്ങളെ വിശ്വനാഥൻ എന്ന മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തത്? അങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാ കോടതിക്ക് വേണ്ടത്. എന്തിനു വേണ്ടിയാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്നൊക്കെ ഞാനിവിടെ പറഞ്ഞല്ലോ മോനെ. മോനോ? ആരുടെ മോൻ? അല്ല സാറേ, പെട്ടെന്ന് നാവങ്ങനെ. അങ്ങനെ നാവിന് ഉടുക്ക് വരുമ്പോഴാ മൊഴികളൊക്കെ മാറ്റി പറയുന്നത്. ഞാനൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല. കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇന്നത്തെ പോലെ തന്നെ തഴച്ചു വളരുന്നൊരു സമയത്ത് അതിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി, അതിലുപരി കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നാളെയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയായി മാറുമെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം തനിക്കും വളരണമെന്ന തോന്നലുണ്ടായി. കമ്പനിയിൽ അധികാരം സ്ഥാപിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് തന്റെ പെങ്ങളെ വിശ്വനാഥൻ എന്ന സത്യസന്ധനായ മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തത്. ഒരിക്കലുമല്ല. അല്ലാന്ന് നിങ്ങൾ പറഞ്ഞ കോടതി അത് മുഖവിലേക്ക് എടുക്കണോ? ആദ്യ ഭാര്യയെ നഷ്ടപ്പെട്ട വിശ്വനാഥന് ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ നോക്കാനെന്ന വ്യാജേനെ നിങ്ങൾ വിശ്വനാഥനെ സ്വാധീനിച്ചു. ആ സമയത്ത് അയാളുടെ മകന് നഷ്ടപ്പെട്ടുപോയ അമ്മയുടെ സ്ഥാനത്ത് പകരം ഒരു അമ്മയെ വേണമായിരുന്നു. അത് മനസ്സിലാക്കിയ വാമദേവൻ എന്ന താൻ കൃത്യമായിട്ട് തന്റെ പെങ്ങളെ അതിനുവേണ്ടി കണ്ടെത്തി.
വിശ്വനാഥനെ ഒരുപാട് സ്വാധീനിച്ചിട്ട് ആ വിവാഹം നടത്തി. അതല്ലേ സത്യം? ഒരിക്കലും ദുഷ്ടവിചാരത്തോടെയല്ല ഞാൻ അവരെ ഒന്നിപ്പിച്ചത്. വിശ്വനാഥന്റെ മകന് ഒരമ്മ വേണമെന്ന് കരുതിയിട്ട് തന്നെയാ. അങ്ങനെയുള്ള ആളെന്തിനാ സ്വന്തം പെങ്ങളെ വിധവയാക്കിയത്? എന്താടോ മറുപടി ഇല്ലേ? ഞാനെങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പെങ്ങൾക്ക് ഞാനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് അറുത്തു മുറിച്ച് കളയാൻ ശ്രമിക്കുവോ സാറേ? തന്റെ പെങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് തന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ പെങ്ങൾക്കോ പെങ്ങളുടെ ഭർത്താവിനോ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ സാറേ? ഉണ്ട്. ആ തെളിവാണ് ഈ നിൽക്കുന്ന പ്രതാപചന്ദ്രൻ. പ്രതാപചന്ദ്ര, ഞാൻ പറഞ്ഞ ശരിയല്ലേ? താനാണ് ആ ലോറി ഡ്രൈവർ. മൈലോഡ്, അന്ന് ഇയാള് വെറുമൊരു ലോറി ഡ്രൈവർ ആയിരുന്നു. പിന്നീട് ലോറികൾ വാങ്ങിച്ചു കൂട്ടി. ഇപ്പോ 4-5 കോറികളുമുണ്ട്. ഇതിന്റെ എല്ലാം തുടക്കം ആ കൊട്ടേഷനിൽ നിന്നാ. ഞാൻ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടൊന്നുമില്ല. ചോദിച്ചില്ലല്ലോ. എന്റെ ചോദ്യം ഇയാളോടാ. ഇയാളാണ് അതിന് മറുപടി പറയേണ്ടത്. പ്രതാപന് ഭാര്യയും കുടുംബമുണ്ടോ? ഉണ്ട് സാറേ, ഭാര്യയുണ്ട്. അതിലൊരു മോളും ഉണ്ട്. കരുണയെന്ന മോളുടെ പേര്. വീട്ടുപേര്? കരുണാലയം. മകളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ഒരു പേരിട്ടതാണോ, അതോ കരുണയുള്ള കുടുംബമാണോ തന്റേത്? അത് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്ന ഒരു അല്ല, അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ? തനിക്ക് ഒരു മോളല്ലല്ലോ, 2 മക്കളല്ലേ? അതൊന്നും എന്റെ മോളല്ല, എന്റെ ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ളതാ. ആ കുട്ടിയുടെ പേരെന്താ? മഹാലക്ഷ്മി. 2006 ഡിസംബർ 12. സമയം രാത്രി 8 മണി. ശക്തമായ മഴ. ആ മഴയത്ത് സ്വന്തം മകനെയും കൊണ്ട് മാന്യമായി ബുള്ളറ്റ് ഓടിച്ചു വരുന്ന ഒരച്ഛൻ. ആ ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറി. അച്ഛനും മകനും തെറിച്ച് റോഡിലേക്ക് വീണു. അത് കണ്ടെന്നു പോലും ഭാവിക്കാതെ ലോറി ഓടിച്ചിരുന്ന ആൾ ആ വാഹനം നിർത്താതെ പോയി. അന്ന് ആ ലോറി ഓടിച്ചിരുന്ന ആൾ പ്രതാപനാ. അതിന് സാക്ഷിയായത് തന്റെ ഭാര്യയുടെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടി മഹാലക്ഷ്മി. മൈലോഡ്, മഹാലക്ഷ്മിക്ക് അന്ന് 5 വയസ്സായിരുന്നു പ്രായം. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് മഹാലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ പോയി മഹാലക്ഷ്മിയുടെ മൊഴിയെടുത്ത് പോലീസ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ 5 വയസ്സുകാരി എല്ലാത്തിനും സാക്ഷിയാണ്. താൻ റോഡിൽ വീണ് പിടയുന്ന അച്ഛനെയും മകനെയും കണ്ടില്ലെന്ന് നടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോകാൻ തുടങ്ങിയപ്പോ മഹാലക്ഷ്മി എന്ന പെൺകുട്ടി നിലവിളിച്ചു.
അച്ഛ അവരെ രക്ഷിക്കൂന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞത്. എന്നിട്ട് താൻ ആ പാവം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ലോറി ഡ്രൈവ് ചെയ്ത് പോവുമായിരുന്നു. സ്പോട്ടിൽ വെച്ച് തന്നെ അച്ഛൻ മരിച്ചു. മകൻ മാസങ്ങളോളം ജഡം കണക്കെ കിടന്നു. അവസാനം ആ മകന് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അയാളുടെ അരയ്ക്ക് താഴേക്ക് തളർച്ച ബാധിച്ചു. വീൽ ചെയറിന്റെ സഹായമില്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്ന് വീൽ ചെയറിലായ ആ പയ്യൻ വക്കീലിന്റെ വേഷമിട്ട് അതേ കേസ് വാദിക്കാനായി കോടതിയിലെത്തിയത് ഒരു നിമിത്തമായി, അല്ലെങ്കിൽ ദൈവനിയോഗമായി കരുതുന്നു സാർ. പ്രതാപനാണോ മോന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നത്? ഒന്നും അറിയില്ല അമ്മേ, അയാളത് സമ്മതിച്ചില്ലല്ലോ. ഇനിയാണ് പ്രതാപചന്ദ്രനിൽ നിന്ന് സത്യങ്ങൾ അറിയേണ്ടത്. താനൊരു സൈക്കാട്രിസ്റ്റിന്റെ വീട്ടില് വളരെ കുറച്ചു ദിവസമല്ലേ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ? അതെ. ഇപ്പൊ താൻ നോർമൽ അല്ലേ? എന്തോ എനിക്കറിയില്ല. ഡോക്ടർ നോർമൽ ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടല്ലോ. എന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നുണ്ടോ? അപ്പൊ അത് സത്യമല്ലേ? യവൻ ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് വെളിവില്ലാതെ. നിർത്ത്. തന്നോട് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഓ, തന്നെ ചികിത്സിച്ച ഡോക്ടറുടെ പേരെന്താ? ഡോക്ടർ ശർമ്മ. തലയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്താ താൻ ഓർക്കാത്തത്? വാമദേവൻ കൊട്ടേഷൻ തന്നതോ? അയ്യോ, ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടൊന്നുമില്ല. തന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. അതെ, വക്കീല് ചോദിക്കുമ്പോ മാത്രം താൻ എന്തെങ്കിലും ഒഴിഞ്ഞാ മതി കേട്ടോ. ഓ, താൻ ഡോക്ടർ ശർമ്മയുടെ ചികിത്സയിലായിരുന്ന സമയത്ത് ഡോക്ടർ തന്റെ മനസ്സ് പഠിക്കാൻ ഒരു ശ്രമം നടത്തി. അന്ന് താൻ പാതി മയക്കത്തിൽ ഡോക്ടറോട് പറഞ്ഞ സത്യങ്ങളുണ്ട്. യുവർ ഓണർ, ഇത്തരം കാര്യങ്ങൾ പേഷ്യൻസിന് അറിയാൻ കഴിയില്ല. പക്ഷേ പേഷ്യൻസ് പറയുന്നത് ഡോക്ടർക്ക് മനപ്പാടമാണ്. ഡോക്ടർ ശർമ്മയുടെ വെളിപ്പെടുത്തൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൊസീഡ്. വാമദേവന് പ്രതാപനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വലിയ ആവേശമായിരുന്നല്ലോ. എന്നാ കേട്ടോ, ഡോക്ടർ ശർമ്മ പ്രതാപനെ ഉറക്കി കിടത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഇയാള് ഡോക്ടറോട് വ്യക്തമായി പറഞ്ഞു, ഇയാൾ വിശ്വനാഥൻ എന്ന പാവ മനുഷ്യന്റെ ബുള്ളറ്റിലേക്ക് ലോറി പായിച്ച് കയറ്റിയെന്ന്. അതിനയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാണെന്നും പറഞ്ഞു. ആ വാമദേവൻ നിങ്ങളല്ലേ? അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അന്നെനിക്ക് എവരെ പരിചയം പോലുമില്ല. അല്ലെങ്കിൽ എവനോട് ചോദിച്ചു നോക്ക്. ഇയാൾ പറയുന്നത് ശരിയാണോ? പ്രതാപന് ഈ ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പ് വാമദേവനെ പരിചയമില്ലായിരുന്നു. സത്യം മാത്രമേ കോടതിയിൽ ബോധിപ്പിക്കാവൂ.
എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. കേട്ടല്ലോ പറഞ്ഞത്. ഇത് കള്ളവാ. എവൻ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുക. ഇയാളുടെ തലയ്ക്ക് ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ തന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുഴപ്പമുണ്ടോടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാറേ. കേട്ടല്ലോ. എന്നാ തലയ്ക്ക് വെളിവ് വന്നപ്പോ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി കാണും. പഴയ കാര്യങ്ങൾ മറന്നതുകൊണ്ടാണ് തന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞത്. ഇനി പറയാനുള്ളതുകൂടി പറ പ്രതാപചന്ദ്ര. വിശ്വനാഥനും വാമദേവനും തമ്മിൽ ഉടക്കി പിരിഞ്ഞ ശേഷം വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടി വാമദേവൻ തനിക്ക് വലിയൊരു തുക തന്നില്ലേ? ആ തുക വാങ്ങിയിട്ടല്ലേ ആ കൃത്യം ചെയ്തത്? അയ്യോ, വക്കീൽ പരീക്ഷ പാസ്സായിട്ട് കോടതിയിൽ പോലും വരാത്ത ഒരാള് കറുത്ത കോട്ടിട്ടുണ്ട് വന്നിട്ട് എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. സ്വപ്നത്തിൽ ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ സ്വബോധത്തോടെ താൻ കൊട്ടേഷൻ കൊടുത്തു ഇയാൾക്ക് വിശ്വനാഥനെ കൊല്ലാൻ. ഞാൻ പറഞ്ഞത് കെട്ടിച്ചമച്ചതാണെങ്കിൽ ഇയാളത് സമ്മതിക്കട്ടെ. പ്രതാപ, പറ പ്രതാപ. എന്റെ എല്ലാമെല്ലാമായ വിശ്വനാഥനെ കൊല്ലാൻ ഞാൻ പണം തന്നിട്ടില്ലെന്ന് പറ പ്രതാപ. മോളെ മോളെ കോടതി കൂടെ സമയായെന്ന്. ഒന്ന് പെട്ടെന്ന് വാ. ഇനിയിപ്പൊ അങ്ങോട്ട് പോകുന്നതിന് എന്തിനാണ് ഇത്ര ഒരുക്കം? വാ. ഞാൻ ഒരുങ്ങിയതൊന്നും അല്ല മുത്തശ്ശി. അതെ, പോകുന്ന വഴിക്ക് കുടുംബക്ഷേത്രത്തിൽ ഒന്ന് കയറണം, എന്നിട്ട് വേണം പോകാൻ. ഇനിയിപ്പൊ ദൈവം വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. വാ, ഇറങ്ങ. ആർക്കല്ലേ വരുന്നത്? അവന്മാരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എങ്ങോട്ടാ രണ്ടാളും കൂടി? ഞാൻ മോളെയും കൊണ്ട് കോടതിയിലേക്ക് പോവാ. കിളവി മാത്രം പോയാ മതി, ഇവള് വരണ്ട. അയ്യോ, മോളുടെ അച്ഛന്റെ വാദമല്ലേ നടക്കുന്നത്? ആ വാദം കേൾക്കാൻ പ്രതാപന്റെ അമ്മ മാത്രം പോയാൽ മതിയെന്ന്. ഇവളിവിടെ നിൽക്കട്ടെ. ഇവൾക്ക് കാവലിന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. മോനെ മാർക്കോ, മോനെ മാർക്കോ, മോനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്. വിട്. അയ്യോ, നിലവിളിക്കരുത്. നിലവിളിച്ച കുത്തി കീറിക്കളയ ഞാൻ. മാർക്കോ മോനെ വേണ്ടടാ. ഇവളുടെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നോ? അതും 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. എന്നിട്ട് ഇവളെന്താ ചെയ്തേ? അയ്യോ, അതിനൊക്കെ ഒരുപാട് മാപ്പ് ഞാനും മോളും ഒക്കെ ലക്ഷ്മിയോട് പറഞ്ഞു. വിട് അവളെ, വിട് അവളെ, വിട്. അയ്യോ, എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച ആ കുഞ്ഞു ജനിച്ചു. അത് ഇവളുടെ ഭാഗ്യം, നിങ്ങളുടെ. അമ്മയ്ക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ ജയിലിൽ നിന്ന് വരുന്ന നിങ്ങളുടെ മോന് കാണാൻ അമ്മയും മോളും കാണില്ലായിരുന്നു. മോനെ, മോനെ ഞങ്ങൾ അങ്ങോട്ട് പോക്കോട്ടെ മോനെ. ഇവളെയും കൊണ്ട്
നിങ്ങൾ മാത്രം പോയാ മതി. അയ്യോ എന്തിനാ നിങ്ങൾ പോകുന്നറിയോ? കോടതിയിൽ ചിലപ്പോ പ്രതാപൻ മൊഴി മാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അത് പാടില്ല. നടന്നതുപോലെ അവൻ പറയണം. വാമദേവനാണ് അവന് കൊട്ടേഷൻ കൊടുത്തതെന്നും അത് പ്രകാരം അവൻ കണ്ണൻ സാറിന്റെ അച്ഛനെ മനഃപൂർവ്വം ലോറി കയറ്റി കൊന്നതാണെന്നും കോടതിയിൽ നിങ്ങളുടെ മകൻ ബോധിപ്പിക്കണം. അത് ചെയ്യാതിരുന്നിട്ട് അവന് ജാമ്യം കിട്ടിയ ഞാൻ കണ്ണൻ സാറിനെ വിളിക്കും. സാറിന്റെ നാവിന്ന് പ്രതാപനെ കോടതി ജാമ്യത്തിൽ വിട്ടു എന്നൊരു വാക്ക് പറഞ്ഞ അടുത്ത നിമിഷം ഇവള് മരിക്കും. അറിയാലോ നിങ്ങൾക്ക് തന്നെ. അറിയാം. പറഞ്ഞതിനപ്പുറം ചെയ്യുന്ന കൂട്ടത്തിലാ ഞാൻ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഇനി തിരികെ വരുമ്പോ കൊച്ചുമോളെ ജീവനോടെ കാണണോ വേണ്ടോന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. അയ്യോ മുത്തശ്ശി, മോളെ മോനെ, ഞാൻ കോടതി പോയിട്ട് പ്രതാപനോട് മോൻ പറഞ്ഞതുപോലെ ഒക്കെ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വാമദേവനും പ്രതാപനും ജാമ്യം കിട്ടില്ല. അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ കൊച്ചുമോള് മരിച്ചെന്ന് കൂട്ടിക്കും. അയ്യോ, അത് വേണ്ട വേണ്ട. പ്രതാപനെയും കൂട്ടി വരുമ്പോ കാണേണ്ട കാഴ്ച രണ്ടിനെ ഞാൻ കാണിക്കും. അയ്യോ വേണ്ടേ വേണ്ടേ. അയ്യോ ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാമേ. എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ. അതുപോലെ തന്നെ പുറത്തു പോയിട്ട് ഇതിനകത്ത് ആയുധമായിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞ ഇല്ല. അതറിഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ അവിടെ ഇവളുടെ ആയുസായിരിക്കും കുറയുന്നത്. ഇല്ല, ഞാൻ ആരോടും ഒന്നും പറയില്ല. മോനെ മാർക്കോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേടാ. ഞാൻ പോയിട്ട് വരാം മോളെ, ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശി എന്നെ ഒറ്റക്കാക്കിട്ട് പോലെ മുത്തശ്ശി. ഡേയ്, നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് തന്നെ പോകും. നീ ഒരു പുലിമടയില. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിലേ നിന്റെ മുത്തശ്ശി പറഞ്ഞ വാക്ക് പാലിക്കണം.